വടകരയിലെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം വൈകുന്നതിനെതിരെ UDF. അന്വേഷണം പൂർത്തിയാകാത്തത് പോലീസ് CPIയും ഒത്തുകളിയെന്നാണ് ആരോപണം. മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുമെന്നും പോലീസ് സ്റ്റേഷൻ ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ പറഞ്ഞു. പോലീസ് ഒരു നാണം കെട്ട കളിയാണ് ഇതിൽ കളിക്കുന്നത്. ഈ സംഭവം നടന്ന് 5 മാസം കഴിഞ്ഞു. പോലീസ് ഒരു നടപടിയെടുത്തില്ല. അത് മാത്രമല്ല, മറുഭാഗത്ത് ഇതിൽ പങ്കില്ല എന്ന് പറയുന്ന CPM അതിൽ പോസ്റ്റ് ഷെയർ ചെയ്ത ആളുകളെ രാഷ്ട്രീയമായി സംരക്ഷിക്കുന്നു. പോലീസും സർക്കാരും CPMും ഇതിൽ നാണം കെട്ട ഒത്തുകളിച്ച് യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുകയാണ്. വളരെ അടിയന്തരമായി ഇതിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് നിയമപരവും രാഷ്ട്രീയപരവുമായ പോരാട്ടം കോൺഗ്രസും UDFും ശക്തമാക്കും. മജിസ്ട്രേറ്റ് കോടതി ശ്രീ കാസിം സമീപനം നടത്തിയിരിക്കും. അതിന് പുറമെ ഷാഫി പറമ്പിൽ MPയുടെയും UDF RMP നേതാക്കളുടെ നേതൃത്വത്തിൽ പോലീസ് ഓഫീസറുടെ ഓഫീസ് റൂമിൽ ശക്തമായ സമരവുമായി UDF RMP കോർഡിനേഷൻ കമ്മിറ്റി ഉടൻ രംഗത്ത് വരും. SS ശരത്തുണ്ട് വിശദാംശങ്ങളുമായി. ശരത്ത്, ഇപ്പോൾ ഈ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ആരംഭിച്ച് 5 മാസമായിട്ടും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ആരോപിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രതിപക്ഷത്തിന്റെ മറ്റ് തുടർ പരിപാടികൾ, സമര പരിപാടികളൊക്കെ അവർ ഏത് രീതിയിലാണ് അതുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്? ശരത്, ഗുഡ് മോർണിംഗ്. അതായത് ഈ കേസിൽ നമുക്കറിയാം പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. കേസ് എടുത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നേക്ക് 5 മാസം പൂർത്തിയാകുകയാണ്. ഇതുവരെ പ്രതിയിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കേസിൽ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത്. അതായത് ഇടത് സൈബർ ഗ്രൂപ്പുകളിലൂടെയാണ് ഈ സ്ക്രീൻഷോട്ട് പ്രചരിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ റിബേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കാനോ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിർത്താനോ ഒന്നും തന്നെ അന്വേഷണ സംഘം നീങ്ങിയിട്ടില്ല. ഇപ്പോഴും റിബേഷ് ഉൾപ്പെടെയുള്ളവർ ഇതിൽ സാക്ഷികളാണ്. അത് തന്നെയാണ് പ്രതിപക്ഷവും UDF ഉൾപ്പെടെ ആരോപിക്കുന്നത്. പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നത് നിലവിൽ ഈ റിബേഷിൻ്റെതും അതേപോലെ തന്നെ കാസിമിൻ്റെതും നേരത്തെ കേസിൽ പ്രതികരണത്തിലുണ്ടായിരുന്ന MSF നേതാവ് മുഹമ്മദ് കാസിമിൻ്റെതും ഉൾപ്പെടെ മൊബൈൽ ഫോണിൻ്റെ ഫോറൻസിക് പരിശോധന ഫലം ലഭിക്കേണ്ടതുണ്ട്. അത് ലഭിച്ചാൽ മാത്രമേ ഈ കേസിൽ മുന്നോട്ട് നീങ്ങുകയുള്ളൂ. ആരാണ് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചെന്ന കാര്യത്തിൽ വ്യക്തത ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. റിബേഷിൻ്റെതും നമുക്കറിയാം ഏറ്റവും ഒടുവിൽ ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത് റിബേഷാണ്. റിബേഷ് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഗ്രൂപ്പിലാണ് ഈ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. അവിടെ നിന്നാണ് മറ്റിടത് സൈബർ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ഈ സ്ക്രീൻഷോട്ട് പ്രചരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റിബേഷിന് ഈ സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് ലഭിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണമെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ മൊബൈൽ ഫോണിൻ്റെ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ റിബേഷ് തന്നെ പറയണം തനിക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളത്. റിബേഷ് പറയുന്നത് തനിക്ക് ഓർമ്മയില്ല എവിടെ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് ലഭിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇതിൽ ഫോറൻസിക് പരിശോധനാ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. പക്ഷേ 5 മാസത്തോളമായിട്ടും ഇതുവരെ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ആ ഒരു തടസ്സം പറഞ്ഞ് തന്നെയാണ് ഈ കേസിൽ മുന്നോട്ട് നീങ്ങുന്നില്ല എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം ഈ പ്രതിപക്ഷം UDF ഉൾപ്പെടെ ആരോപിക്കുന്നത് ഇത് CPMും പോലീസും തമ്മിലുള്ള ഒത്തുകളിയാണ്. അതായത് CPM ഇടത് ഗ്രൂപ്പുകളിലൂടെയാണ് ഈ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പ്രചരിപ്പിച്ച ആളുകളെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് CPMനുള്ളത്. അതിൻ്റെ ഭാഗമായാണ് പോലീസ് ഇതിൽ കാര്യമായ അന്വേഷണം നടത്താത്തത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഇപ്പോഴും വൈകുന്നത്. ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെ വൈകുന്നതിന് പ്രധാന കാരണം ഇത് ഒത്തുകളിയുടെ ഭാഗമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. പോലീസ് സ്റ്റേഷൻ ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ആലോചിക്കുന്നുണ്ട്. ഒപ്പം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാനും UDF തീരുമാനിച്ചിട്ടുണ്ട്. ശരി, SS ശരത്താണ് വിശദാംശങ്ങൾ നൽകിയത്.